കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളെന്ന് പരിചയപ്പെടാം. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നും പതനം കൊടുങ്ങല്ലൂർ കായലിൽ. ഭാരതപ്പുഴ നീളം 209 കിലോമീറ്റർ ആണെങ്കിൽ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. പമ്പാ നദിയുടെ നീളം 176 കിലോമീറ്ററാണ്. പുളിച്ചിമലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. വേമ്പനാട്ടിൽ കായലിൽ ചെന്ന് പതിക്കുന്നു. ചാലിയാർ നാലാമത് വലിയ പുഴയാണ് ചാലിയാർ. 169 കിലോമീറ്ററാണ് ചാലിയാറിൻ്റെ നീളമെങ്കിൽ ഇളമ്പലേരി കുന്നിൽ നിന്നും ചാലിയാർ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചാലിയാർ പതിക്കുന്നു. ചാലക്കുടിപ്പുഴ അഞ്ചാമത്തെ നദിയാണ്. വലുപ്പത്തിൽ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടിപ്പുഴ. 145.5 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു കേട്ടോ. അയിരൂർ നദിയുടെ നീളം എത്രയാണ്? ഇത് ഏറ്റവും ചെറുതാണ് അയിരൂർ നദി എന്ന് പറയുന്നത്. 17 കിലോമീറ്ററാണ് നീളം. ഏറ്റവും ചെറുത് മഞ്ചേശ്വരാണെങ്കിലും അതിൻ്റെ തൊട്ട് മുകളിൽ പറയില്ലേ, അതാണ് അയിരൂർ നദി. ഇത് ചെറിയ നദിയാണ്. 17 കിലോമീറ്ററാണ് നീളം. നാവായിക്കുളത്താണ് കേട്ടോ ഉത്ഭവിക്കുന്നത്. മഞ്ചേശ്വരം നദി 16 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളമെങ്കിൽ ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ ചെന്ന് പതിക്കുന്നു. അയിരൂർ നദിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് അറബിക്കടലിലാട്ടോ പതിക്കുന്നത്. ശരി, അടുത്ത വിളകൾ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകളൊന്ന് നോക്കാം. മരച്ചീനി തിരുവനന്തപുരം, റബ്ബർ കോട്ടയം, തേയില, കുരുമുളക്, വെളുത്തുള്ളി, ഏലം, ചന്ദനം, ഗ്രാമ്പൂ, കറുവപ്പട്ട തുടങ്ങിയവയൊക്കെ ഇടുക്കിയിലാണ് കേട്ടോ. കൈതച്ചക്ക എറണാകുളം. അരി, നിലക്കടല, ഓറഞ്ച്, പരുത്തി, മഞ്ഞൾ, പച്ചമുളക്, പയറുവർഗ്ഗം, മാമ്പഴം തുടങ്ങിയവയൊക്കെ പാലക്കാടാണ്. എന്തൊക്കെയാണ്? അരി, നിലക്കടല, ഓറഞ്ച്, പരുത്തി, മഞ്ഞൾ, പച്ചമുളക്, പയറുവർഗ്ഗം, മാമ്പഴം തുടങ്ങിയവയൊക്കെ പാലക്കാട്. നാളികേരം മലപ്പുറം. കാപ്പി, ഇഞ്ചി വയനാട്. കശുവണ്ടി കണ്ണൂർ. പുകയില, അടയ്ക്ക, മധുരക്കിഴങ്ങ് കാസർഗോഡ്. കരിമ്പ് ഇടുക്കി. അടുത്ത ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി ചുരമാണ്. പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ്. മാനന്തവാടി മൈസൂർ പെരിയ ചുരം. കണ്ണൂർ കൂർഗ് പേരമ്പാടി. വയനാട് കണ്ണൂർ പാൽച്ചുരം. ഇടുക്കി മധുരൈ ബോഡിനായ്ക്കന്നൂർ. തിരുവനന്തപുരം തിരുനെൽവേലി ആലുവാമൊഴി ചുരം. പാലക്കാട് കോയമ്പത്തൂർ പാലക്കാട് ചുരം. കോഴിക്കോട് മൈസൂർ താമരശ്ശേരി. പുനലൂർ ചെങ്കോട്ട ആര്യങ്കാവ്. മാനന്തവാടി മൈസൂർ പെരിയ ചുരം. കണ്ണൂർ കൂർഗ് പേരമ്പാടി. വയനാട് കണ്ണൂർ പാൽച്ചുരം. ഇടുക്കി മധുരൈ ബോഡിനായ്ക്കന്നൂർ. തിരുവനന്തപുരം തിരുനെൽവേലി ആലുവാമൊഴി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കേരളത്തിലെ ദേശീയ പാതകളൊന്ന് നോക്കാം കേട്ടോ. NH 66 തലപ്പാടി മുതൽ പാറശാല വരെയാണ് NH 66ൻ്റെ നീളം. NH 544 എവിടെ മുതൽ എവിടം വരെയാണ്? വയലാർ മുതൽ ഇടപ്പള്ളി വരെ പോകുന്ന NH ആണ് 544. ബോഡിമെട്ടു മുതൽ കുണ്ടന്നൂർ വരെ നീളുന്ന NH ഏതാ? NH 85. എന്നാൽ ദേശീയപാത 183 ബന്ധിപ്പിക്കുന്നത് കൊല്ലത്തെയും തേനിയും തമ്മിലാണ്. നാഷണൽ ഹൈവേ 183A ബന്ധിപ്പിക്കുന്നത് കൊല്ലം മുതൽ വണ്ടിപ്പെരിയാർ വരെയാണ് കേട്ടോ. നാഷണൽ ഹൈവേ 185 ബന്ധിപ്പിക്കുന്നത് അടിമാലി മുതൽ കുമളി വരെ. NH 744 ബന്ധിപ്പിക്കുന്നത് കൊല്ലം മുതൽ ആര്യങ്കാവ് വരെയാണ് കേട്ടോ. കോഴിക്കോട് മുതൽ കൊല്ലകൽ വരെ ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ ഹൈവേ 766. NH 966 രാമനാട്ടുകര മുതൽ പാലക്കാട് വരെയാണുള്ളത്. NH 966 രാമനാട്ടുകര മുതൽ പാലക്കാടിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH 966A കളമശ്ശേരി മുതൽ വല്ലാർപാടം വരെയാണ്. NH 966A കളമശ്ശേരി മുതൽ വല്ലാർപാടം വരെ. NH 966B കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയാണ് കേട്ടോ. വെല്ലിംഗ്ടൺ ദ്വീപ് വരെയാണ് കേട്ടോ. താങ്ക് യു.